കൊല്ലം ഫാത്തിമാത കോളേജിലെ 2ാം വർഷ BCA വിദ്യാർത്ഥിയായ ഫെബിൻ ജോർജ് ഗോമസ് ആണ് സ്വന്തം വീട്ടിൽ കൊല്ലപ്പെട്ടത്. മകനെ കുത്തുന്നത് തടയാൻ ശ്രമിച്ച അച്ഛൻ ഗോമസിനും കുത്തേറ്റു. ഗോമസ് ഇപ്പോൾ ഗുരുതരമായ അവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുകയാണ്. കൊലപാതക ശേഷം പ്രതി തേജസ് രാജ് ചെമ്മാമുക്കിലെ റെയിൽവേ ഗേറ്റിന് സമീപം ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കുകയും ചെയ്തു. ഈ സംഭവത്തിൽ എന്തായാലും ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. അതായത് ഫെബിന്റെ സഹോദരി പ്രതി തേജസ് രാജുമായുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറിയതിന്റെ പകയിലാണ് ഈ ആക്രമണം നടന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. സഹോദരൻ്റെ ഫ്രണ്ട് സഹോദരനെ കുത്തിക്കൊന്നു. ഇന്നലെ രാത്രികത്തെ ന്യൂസാണ്. ഇന്നലെ 7 മണിക്കാണ് സംഭവം. സഹോദരനെ കുത്തിക്കൊന്ന് ആ പുള്ളിയാണെന്നുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്തു. ട്രെയിനിന് മുമ്പ് ചാടി ആത്മഹത്യ ചെയ്തു. എന്താണ് സംഭവം എന്ന് കറക്റ്റ് ഇതുവരെ വ്യക്തമല്ല. ഈ പയ്യനായിട്ട് കല്യാണം ഉറപ്പിച്ചിരുന്നു ഈ സഹോദരിനെ എന്നാണ് പറഞ്ഞിട്ടത്. ഈ സഹോദരിക്ക് വേറെ എന്തോ ജോലി കിട്ടിയപ്പോൾ ഈ കല്യാണം വേണ്ടാന്ന് വെച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ന്യൂസും കാര്യങ്ങളും വരുന്നുണ്ട്. എന്താണ് ഇതിനുള്ള വൈരാഗ്യത്തിന് കാരണം എന്താണെന്ന് ഇതുവരെ കറക്റ്റായിട്ട് അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്നലെ രാത്രി 7 മണിക്കാണ് ഈ സംഭവം വരുന്നത്. ന്യൂസ് പുറത്ത് വരുന്നത് 8 മണി 10-12 മണിക്കാണ് ആ സംഭവത്താണ് ന്യൂസ് പുറത്ത് വരുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേക്ക് കൊലപാതകമാണ് ഇപ്പോൾ നമ്മളെ നാട്ടിലെല്ലാം നടക്കുന്നത്. ഏതായാലും എന്താ ഈ പയ്യനെ കുത്തി കൊന്നിട്ട് ഈ ചെങ്ങായി എന്തായി നേരെ പോയാണ്ട് ട്രെയിനിൻ്റെ മുന്നിൽ ചാടി. ഈ ചെറുക്കൻ വന്നതോ ഫർദ ധരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ കാലം പോയൊരു പോക്കാണ് പറയണത് അല്ലേ. 20 വയസ്സ് മാത്രം പ്രായമുള്ള ആ മോനെ കുത്തി, ആ കുത്തുന്നതിൻ്റെ ഇടയിൽ അവൻ്റെ അച്ഛനും പരിക്കേറ്റിക്കണ്. അവന് കുത്തി ഓടുകയാണല്ലോ, ഒരു കുത്തിയിട്ട് കുത്തിൻ്റെ വേദന കൊണ്ട് ഇറങ്ങി ഓടിയ ശേഷം ഗേറ്റിൻ്റെ അവിടെ പോയാണ്ട് കുഴഞ്ഞ് വീണ് അവിടുന്ന് നാട്ടുകാരെല്ലാവരും അവിടെ കൂടി ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചുപോയി. ആ പയ്യൻ നേരെ പോയാണ്ട് ട്രെയിനിൻ്റെ മുന്നിൽ പോയി ചാടി ആത്മഹത്യ ചെയ്തു. അതേതായാലും ഒരു കാര്യത്തിൽ നന്നായി. അല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അവനെ വെറുതെ വിടൂല. അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോഴത്തെ കാലാണ്. ഒന്നല്ലെങ്കിൽ MDM, അല്ലാന്നുണ്ടെങ്കിൽ കഞ്ചാവ്, അല്ലാന്നുണ്ടെങ്കിൽ ഒളിച്ചോട്ടം, അല്ലെങ്കിൽ കുത്തിക്കൊല. ഈ ഒരു സംഭവങ്ങളാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അതിൻ്റെ വീഡിയോസും ന്യൂസുകളും കണ്ടു നോക്കി. കൊല്ലം ഉളിയക്കോവിലിൽ വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി കുത്തിക്കൊന്ന സംഭവം ഇന്നലെ കേരളത്തെ മുഴുവൻ നടുക്കിയ ഒരു വാർത്തയാണ്. കൊല്ലം ഫാത്തിമാത കോളേജിലെ 2ാം വർഷ BCA വിദ്യാർത്ഥിയായ ഫെബിൻ ജോർജ് ഗോമസ് ആണ് സ്വന്തം വീട്ടിൽ കൊല്ലപ്പെട്ടത്. മകനെ കുത്തുന്നത് തടയാൻ ശ്രമിച്ച അച്ഛൻ ഗോമസിനും കുത്തേറ്റു. ഗോമസ് ഇപ്പോൾ ഗുരുതരമായ അവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുകയാണ്. കൊലപാതക ശേഷം പ്രതി തേജസ് രാജ് ചെമ്മാമുക്കിലെ റെയിൽവേ ഗേറ്റിന് സമീപം ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കുകയും ചെയ്തു. ഈ സംഭവത്തിൽ എന്തായാലും ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. അതായത് ഫെബിന്റെ സഹോദരി പ്രതി തേജസ് രാജുമായുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറിയതിന്റെ പകയിലാണ് ഈ ആക്രമണം നടന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. മിഥുൻ സുധാകരനും K അരുൺകുമാറും നമുക്കൊപ്പമുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാനായി. രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ്. ആദ്യം മിഥുനിലേക്ക്. മിഥുൻ, ഫെബിന്റെ സഹോദരിയുമായി തേജസ് പ്രണയത്തിലായിരുന്നു. വിവാഹം വരെ എത്തിയ ഒരു ബന്ധമായിരുന്നു അത്. പക്ഷെ പിന്നീട് അതിൽ എന്തോ സംഭവിച്ചു. അതിൽ നിന്ന് ആ യുവതി പിന്മാറി. പക്ഷെ അപ്പോഴും ഈ സഹോദരനെ തന്നെ ലക്ഷ്യം വെക്കുക എന്നുള്ള ഒരു കാര്യം എന്തുകൊണ്ടാണ് സംഭവിച്ചത്? എന്താണ് അതിനിടയിൽ സംഭവിച്ചത്? എന്തൊക്കെയാണ് പോലീസ് ഏറ്റവും ഒടുവിൽ നൽകുന്ന വിവരങ്ങൾ? ശാലിനി, പോലീസിന്റെ നിഗമനം ഇപ്രകാരമാണ്. അതായത് ഫെബിന്റെ സഹോദരിയായിട്ടുള്ള യുവതിയും അതിനോടൊപ്പം തന്നെ പ്രതിയായിട്ടുള്ള, അതായത് ഇന്നലെ കടപ്പാക്കടയ്ക്ക് സമീപം ചെമ്മാമുക്കിലെ റെയിൽവേ പാളത്തിൽ ചാടി ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത തേജസ് രാജും ഈ യുവതിയും തമ്മിൽ പ്രണയത്തിലായിരുന്നു ഒരു ഘട്ടത്തിൽ. അതിനുശേഷം ചില എതിർപ്പുകളൊക്കെ വീട്ടുകാർ തമ്മിൽ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ഈ വിവാഹബന്ധത്തിന് 2 വീട്ടുകാരും സമ്മതിച്ചു. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒരു ഘട്ടത്തിൽ പോയതാണ്. പിന്നീട് ഒരു സമയത്ത് ഈ യുവതി തേജസ് രാജുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറി. പക്ഷേ തേജസ് അതിന് തയ്യാറായിരുന്നില്ല. വിവാഹം വരെ എത്തിയ ഒരു ബന്ധമായിരുന്നു. അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ആവശ്യം ഈ തേജസ് മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. പക്ഷേ യുവതി അതിൽ നിന്നും പിന്മാറി എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. പല തവണ ഇതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ടായി. ഈ വീട്ടിലടക്കം എത്തി തേജസ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നതാണ് ചില വിവരങ്ങൾ. പോലീസ് അതിൽ കൂടുതൽ സ്ഥിരീകരണം നടത്തേണ്ടിയിരിക്കുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതിനിടയിലാണ് ഇങ്ങനെയൊരു അരുംകൊല ഈ വീട്ടിൽ നടന്നത്. അതായത് ഈ ബന്ധം വീണ്ടും തുടരണമെന്ന ആവശ്യപ്പെട്ടുള്ള ഈ തേജസിന്റെ ഓരോ പ്രവൃത്തികളും ഈ ഫെബിനും അതുപോലെ തന്നെ അച്ഛനുമൊക്കെ എതിർത്തിരുന്നു. അതായത് ഈ യുവതിയെ വീണ്ടും ഈ ബന്ധത്തിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള തേജസിന്റെ നീക്കം ഈ കുടുംബം എതിർത്തിരുന്നു. അതിൻ്റെ ഒരു വൈരാഗ്യമാണ് സഹോദരനെയും അച്ഛനെയും ആക്രമിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചതെന്നാണ് പോലീസിന്റെ ഒരു പ്രാഥമികമായിട്ടുള്ള നിഗമനം. അങ്ങനെ ഒരു യുവതി അയാളുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് പ്രണയത്തിൽ നിന്ന് പിന്മാറുന്നു. അതിൻ്റെ ഒരു വൈരാഗ്യം തീർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആ കുടുംബത്തെ ആക്രമിക്കാൻ പ്രതി ഇവിടേക്ക് എത്തുകയായിരുന്നു. അങ്ങനെയാണ് ഇങ്ങനെയൊരു കൃത്യം നടത്തിയത്. ഇന്നലെ രാത്രി 7 മണിക്കാണ് ഉളിയക്കോവിലെ ഈ വീട്ടിലേക്ക് പ്രതിയായിട്ടുള്ള
തേജസ് രാജ് എത്തുന്നത്. ഈ DCRBയിലെ ഒരു ഗ്രേഡ് SI രാജുവിൻ്റെ മകനാണ് ഈ തേജസ് രാജ്. ഈ 7 മണിയോടുകൂടി ഈ വീട്ടിലേക്ക് എത്തുകയായിരുന്നു. അതിനുശേഷം ഈ വാതിൽ തുറന്നത് ആദ്യം അച്ഛനാണ്. ആദ്യം അച്ഛനെ ആക്രമിക്കുന്നു. കയ്യിൽ പെട്രോൾ കരുതിയിരുന്നു. ആദ്യം പെട്രോൾ ഇരുവരുടെയും ദേഹത്തേക്ക് ഒഴിച്ചു, പക്ഷേ കത്തിക്കാനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെയാണ് വീണ്ടും ഇങ്ങനൊരു ശ്രമത്തിലേക്ക് പോലീസ് ഈ കത്തി ഉപയോഗിച്ച് ആക്രമിക്കുന്ന ഒരു നീക്കത്തിലേക്ക് പ്രതി പോയതെന്നാണ് പോലീസിൻ്റെ ഒരു നിഗമനം. കത്തി ഉപയോഗിച്ച് അച്ഛനെയും അതുപോലെ തന്നെ ഫെബിനെയും ആക്രമിക്കുകയായിരുന്നു. അച്ഛന് കുത്തേറ്റിട്ടുണ്ട്, പക്ഷേ പരിക്ക് ഗുരുതരമല്ല. കൊല്ലത്തെ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി ചികിത്സയിൽ തുടരുകയാണ് അച്ഛൻ ജോർജ് ഗോമസ്. പക്ഷേ ഫെബിൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് കഴിഞ്ഞില്ല. ഈ നെഞ്ചിൻ്റെ ഇരുഭാഗങ്ങളുമായി ആഴത്തിലുള്ള കുത്തുണ്ട്. അതാണ് ഈ മരണകാരണം. ചോര സംഭവ സ്ഥലത്ത് തന്നെ വാർന്നു പോയിരുന്നു. ഇതുവഴി ഈ കുത്തേറ്റതിന് ശേഷം ഫെബിൻ ഈ വഴിയാണ് ഓടിയത്. നമുക്ക് ആ ചുമരിലും അതുപോലെ തന്നെ റോഡിലൊക്കെയും ഈ ചോര വീണതിൻ്റെ പാട് കാണാം. ഈ റോഡിലാകെ പരവേശപ്പെട്ട് ഭീതിയോടുകൂടി ജീവൻ രക്ഷിക്കണമെന്ന ഒരു ഉദ്ദേശത്തോടു കൂടി ഫെബിൻ ഓടുകയാണ് ചെയ്തത്. ഇവിടെ നിന്നും ഓടി ഫെബിൻ ഏറ്റവും ഒടുവിൽ എത്തുന്നത് ആ ഭാഗത്താണ്. അതായത് ഈ മതിൽ അവസാനിക്കുന്ന ഈ ഭാഗത്താണ് ഫെബിൻ ഏറ്റവും ഒടുവിൽ എത്തിയത്. നമ്മൾ CCTV ദൃശ്യം കാണുന്നുണ്ട്. ആ CCTV ദൃശ്യം എന്ന് പറയുന്നത് ഈ മതിലിന് അരികത്തായിട്ടുള്ളതാണ്. ഈ സമീപത്തുള്ള ഇവിടേക്ക് ഓടിയെത്തി ഈ മതിലിനരികിൽ ഈ ഫെബിൻ വീഴുകയാണ് ഉണ്ടായത്. ഈ സമീപത്ത് തന്നെയുള്ള ഒരു നാട്ടുകാരൻ ഇത് കാണുന്നു. പിന്നീട് ഫെബിനെ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പക്ഷേ അപ്പോഴേക്കും ജീവൻ നഷ്ടമായിരുന്നു. കാരണം ചോര അത്രയധികം വാർന്നു പോയിരുന്നു. ആഴത്തിലുള്ള മുറിവുകൾ, കുത്തുകൾ ഈ നെഞ്ചിൻ്റെ ഇരുഭാഗങ്ങളിലും ഒന്നിൽ കൂടുതൽ കുത്തുകൾ ഏറ്റിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് മരണം സംഭവിച്ചതെന്നാണ് ഡോക്ടർമാരും വ്യക്തമാക്കുന്നത്. എന്തായാലും രണ്ടുപേരുടെയും മൃതദേഹം ഇപ്പോൾ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലാണുള്ളത്. ഫെബിൻ്റെയും അതുപോലെ തന്നെ ഈ ആത്മഹത്യ ചെയ്ത ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയ തേജസ് രാജിൻ്റെയും മൃതദേഹങ്ങൾ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രികളിലായിട്ടുണ്ട്. ഇനി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം നടക്കുക. ഇനി ആദ്യഘട്ടമായി പോലീസ് ഇന്ന് രാവിലെ ഇവിടെ എത്തുന്നു. മഹസർ തയ്യാറാക്കുന്നു. ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളുണ്ട്. കുറച്ച് അകലെയായി ഫെബിനെ കുത്താനായിട്ട് ഉപയോഗിച്ച കത്തിയുണ്ട്. അതെല്ലാം തന്നെ പോലീസ് മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളിലാണ്. അതെല്ലാം തന്നെ സുരക്ഷിതമായിട്ട് പോലീസ് കാവലിലുണ്ട്. ഇനി കൂടുതൽ പരിശോധനകൾ വേണം. എന്തായാലും പ്രാഥമികമായി പോലീസ് വിലയിരുത്തുന്ന നിഗമനങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. അതായത് ഈ യുവതിയും അതുപോലെ തന്നെ ഈ പ്രതിയായിട്ടുള്ള, അതായത് ആത്മഹത്യ ചെയ്ത തേജസ് രാജും തമ്മിൽ ഒരു ഘട്ടത്തിൽ പ്രണയത്തിലായിരുന്നു. അത് വിവാഹ ബന്ധം വരെ എത്തിയതാണ്. രണ്ട് വീട്ടുകാരും സമ്മതിച്ചിരുന്നു. നല്ല അടുപ്പത്തിലൊക്കെ പോയതാണ്. പക്ഷേ പെട്ടെന്ന് ഒരു ഘട്ടത്തിൽ ഈ യുവതി ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറി. പക്ഷേ അത് പിന്മാറാൻ യുവാവ് തയ്യാറായിരുന്നില്ല. അതായത് തേജസ് രാജ് തയ്യാറായിരുന്നില്ല. നിർബന്ധിച്ചു ആ യുവതിയെ. പക്ഷേ അത് ഈ വീട്ടുകാർ, ഫെബിൻ ഉൾപ്പെടെയുള്ള വീട്ടുകാർ എതിർത്തു. ഈ പ്രതിയുടെ നീക്കങ്ങളെല്ലാം തന്നെ അവർ തടഞ്ഞു. ഈ പരാതികളെല്ലാം തന്നെ തേജസിൻ്റെ കുടുംബത്തെ അറിയിച്ചു. അങ്ങനെ ഇനിയൊരു പ്രശ്നം ഉണ്ടാകില്ല എന്ന് തേജസിൻ്റെ കുടുംബവും ഈ കുടുംബത്തെ അറിയിച്ചതാണ്. പക്ഷേ അതിനിടയിലാണ് ഇങ്ങനെ ഒരു സംഭവം. ആരും കൊല നടക്കുന്നത് ആരും പ്രതീക്ഷിച്ചതല്ല. പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചെന്ന് കരുതിയ ഒരു സമയത്താണ് ഈ യുവാവ് തേജസ് രാജ് വീട്ടിലേക്ക് കടന്നു വരുന്നതും അതിനോടൊപ്പം തന്നെ ഫെബിനെ കുത്തിക്കൊലപ്പെടുത്തുന്നതും.